രാത്രി അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയത് തീർത്തും അലംഭാവം കൊണ്ട് തന്നെയാണ്, ഇത് വിളിച്ചു വരുത്തിയതാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എന്തിനാണ് ഈ ഉണ്ടയില്ല വെടി പൊട്ടിക്കുന്നത് എന്തിനാണ്? അത് മുഖ്യമന്ത്രി പറയട്ടെ. വേദനിപ്പിക്കുന്നതാണ്. അതിൽ അലംഭാവമുണ്ടായി എന്ന് ഉച്ചയ്ക്ക് എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ അതിനെ സംബന്ധിച്ച് ഒരു ചേരിതിരിവും ഉണ്ടാകരുത് എന്ന് വിചാരിച്ച്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കേരള സർക്കാരിൻ്റെ അധീനതയിലുള്ള ഒരു വിഷയമാണ്, അവരത് അന്വേഷിക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞു. പക്ഷേ അലംഭാവത്തെ സംബന്ധിച്ച് ഇന്നലെ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും പുതിയ കഥകളൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ വലിയ അനീതി തന്നെയാണ് ഇത്. ഇനി ആവർത്തിക്കരുത് എന്ന് പറയുന്ന ആപ്തവാക്യം ഇനിയും നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നാണ് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഇന്നലെ രാത്രി അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയത് തീർത്തും അലംഭാവം കൊണ്ട് തന്നെയാണ്, ഇത് വിളിച്ചു വരുത്തിയതാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അതിനു വേണ്ടുന്ന നടപടികൾ ഉടനെ കൈക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതൊക്കെ കൃത്യമായിട്ട് സർക്കാരിനറിയാം. സർക്കാർ പറയട്ടെ. അതാണ് പറഞ്ഞത്. അത് സർക്കാർ വിലയിരുത്തട്ടെ. ഞാൻ അതിൻ്റെ ഭാഗവാക്കല്ലല്ലോ. ഞാൻ എന്തിനാണ് ഈ ഉണ്ടയില്ല വെടി പൊട്ടിക്കുന്നത് എന്തിനാണ്? അത് മുഖ്യമന്ത്രി പറയട്ടെ. മുഖ്യമന്ത്രി ഉത്തരവാദിത്വത്തോടെ അത് കണ്ടെത്തി അതിന് മറുപടി നൽകും. അത് അദ്ദേഹം പറയട്ടെ. വലിയ പ്രൊജക്ടുകളൊക്കെ നടക്കുമ്പോൾ കൃത്യമായ അതിന്റെ റിവ്യൂ ഒക്കെ നടത്തേണ്ടതല്ലേ സർക്കാർ? മിനിസ്റ്റർ പറയുന്നത് തങ്ങളുടെ അധീനതയിലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈവാരി. അയ്യോ, അതാണോ ഇല്ലയോ എന്നുള്ളത് മുഖ്യമന്ത്രി പറയട്ടെ. ഒരു മുഖ്യമന്ത്രിയാണ് ഇത് തുടങ്ങി വെച്ചത്, പൂർവ്വ മുഖ്യമന്ത്രിയാണ് ഇത് തുടങ്ങി വെച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള മുഖ്യമന്ത്രി അതിന് മറുപടി പറയട്ടെ. നടത്താൻ ഇത് തുടങ്ങി വയ്ക്കാൻ ഇവിടുത്തെ NGOs അനുവദിക്കുമോ? പ്രകൃതി സ്നേഹികൾ അനുവദിക്കുമോ? അവരും അനുവദിച്ചോ? ഇതൊക്കെ ചോദ്യങ്ങളല്ലേ. ഇതൊന്നും തൊലിപ്പുറ ചോദ്യങ്ങളല്ലല്ലോ, ആഴത്തിലുള്ള ചോദ്യങ്ങളല്ലേ. അപ്പോൾ അതിനൊക്കെ ഉത്തരം കണ്ടെത്തട്ടെ അല്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞു, കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന സ്ട്രക്ചർ ഇൻടാക്റ്റ് ആയിരിക്കണം. അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യവും ഞാൻ പറയില്ല. മുഖ്യമന്ത്രി പറയട്ടെ. മുഖ്യമന്ത്രിയല്ലേ അതിൻ്റെ. ഇത് നടക്കുന്നത് കേരളത്തിലുമാണ്, വയനാട്ടിലുമാണ് അല്ലേ. വയനാടിൻ്റെ ഒരു ഡെലിക്കേറ്റ് സിറ്റുവേഷൻ, സോയിൽ സ്ട്രക്ചർ, ഇതിനെ സംബന്ധിച്ചൊക്കെ 2021 ഘോരം രാജ്യസഭയിൽ വിളിച്ച് പറഞ്ഞതല്ലേ. അതിനു മുമ്പ് എത്ര പേർ അതിനെക്കുറിച്ച് പറഞ്ഞു? അതിനുശേഷം ഒരു നടപടി ഉണ്ടായതും ഏതാണ്ട് 1800ഓളം അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ ഉണ്ടായതിനെ സംബന്ധിച്ച് ഫയലടക്കം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കൊടുത്തതിൻ്റെ നടപടികൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. അതിനെയും എതിർത്ത് വരുന്നവരുണ്ട്. അപ്പോൾ അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് കേരളത്തിൽ അത് നടപ്പിലാക്കുക എന്നുള്ളത്. അത് അന്നത്തെ മുഖ്യമന്ത്രി അത് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുക. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതിന് ആർജവം കാട്ടുമോ എന്നും നിങ്ങൾ അന്വേഷിക്കുക. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രൊജക്ടിന്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും? മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണോ കേന്ദ്ര സർക്കാർ? വളരെ വളരെ ഗുണകരമായ ഒരു പ്രവർത്തനമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപകടങ്ങളിപ്പോൾ നമുക്ക് കോൾ മൈൻസിലൊക്കെ എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ. ആ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള നമുക്കിന്ന് സോഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റംസ് ഉണ്ട് ഓരോന്ന് ചെയ്തെടുക്കുന്നത്. അതിൽ പക്ഷേ ആ സോഫിസ്റ്റിക്കേഷൻ നമ്മുടെ ഒരു ലേബർ ക്ലാസ്സിന് വന്നിട്ടുണ്ടോ, അവർ സ്കിൽഡാണോ, ഇതൊക്കെ പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ വിളിച്ച് പണിയെടുപ്പിക്കുന്നതിനകത്ത് വരുന്ന വീഴ്ച ഇപ്പോൾ നാഷണൽ ഹൈവേയിലും ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്തൊരു ടെക്നിക്കൽ ഫിനസ് ഇല്ലാത്ത ആൾക്കാർ അതിൽ പ്രവർത്തിക്കുന്നതിൻ്റെ വരും. നമ്മളെല്ലാ സ്കാനിങ്ങും കഴിഞ്ഞാണ് ഒരു ടെൻഡർ അവാർഡ് ചെയ്യുന്നത്. ആ ടെൻഡർ അവാർഡ് ചെയ്യുന്ന കോൺട്രാക്റ്റിംഗ് ഏജൻസിക്ക് ലോക നിലവാര സൂചികയിലൊക്കെ വലിയ സ്ഥാനമുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ അവരത് സബ്ലെറ്റ് ചെയ്ത് പോയി ആരാണ് ഈ റോഡ് പണിയുന്നത്, അതിനെ സംബന്ധിച്ച് എന്ത് സ്കാനിങ്ങാണ് ഉള്ളത്? ലോക്കൽ കോൺട്രാക്ടേഴ്സൊക്കെ അതിനകത്ത് വരികയല്ല. മണ്ണ് എന്ത് തരം മണ്ണാണ് ഈ പറയുന്ന ഹൈ റൈസ്ഡ് സ്ട്രക്ചേഴ്സ് വരുമ്പോൾ അതിനകത്ത് ഫില്ലിങ്ങിന് ഉപയോഗിച്ചത്?
ഇതെല്ലാം ഒരു നിതിൻ ഗഡ്കരിക്ക് ഇവിടെ വന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എത്ര ലക്ഷം കിലോമീറ്ററിൽ അദ്ദേഹത്തിന് പോയി ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ കാര്യം. അപ്പോൾ ഒരു പ്രോജക്റ്റിന് മുന്നോട്ട് പോകേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോകണം. അല്ല, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ഫീസിബിലിറ്റിയും പിന്നെ കേരളത്തിൻ്റെ പ്രത്യേക എൻവയൺമെൻറ്റൽ പരിസ്ഥിതി പ്രതലത്തിൻ്റെ ഒരുപാട് വീക്ക്നെസ്സുകളുണ്ട് നമുക്ക് മണ്ണിന്, അല്ലേ? അപ്പോൾ നീരൊഴുക്ക്, ഇതിൻ്റെ എല്ലാം എന്തുകൊണ്ട് കേരയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റക്കസ് ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരു ടെക്നിക്കലായിട്ടുള്ള പഠനത്തിൽ തെളിഞ്ഞ വിഷയങ്ങൾ അത് ഫീസിബിൾ അല്ല എന്ന് തെളിയിച്ചു. പക്ഷെ ഇന്നും ഞാൻ പറയുന്നു, നമുക്കൊരു ഇന്ത്യൻ റെയിൽവേസിൻ്റെ ഒരു നല്ല നെറ്റ്വർക്ക് രാജ്യം മുഴുവൻ ഇപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുന്നു. നീളത്തിലല്ല, ഇന്ത്യക്ക് ഒരു നീളമേ ഉള്ളൂ, ഇടുന്ന റൂട്ടിന് ഒരു നീളമേ ഉള്ളൂ. അത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് തന്നെ നിൽക്കണം. കേരളത്തിൻ്റെ നീളവും അതുപോലെ തന്നെ നമുക്ക് ഒരു നിശ്ചിത നീളമുണ്ട്, 600 ചില്ലുവാനും കിലോമീറ്റർ. അതൊരിക്കലും നമുക്ക് വളർത്താനൊക്കത്തില്ല. പക്ഷേ വീതിയിൽ 2 ട്രാക്ക് കൂടെ വന്നാൽ കേരളത്തിൻ്റെ റെയിൽ യാത്രാ സൗകര്യത്തിന് അത് തന്നെയുള്ളൂ ആവശ്യം. പക്ഷേ പുതിയതായിട്ടൊന്ന് വരുന്നതിന് ഫീസിബിലിറ്റി ഉണ്ടോ? ദ്രോഹമില്ല എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുമോ? പ്രകൃതിക്കും ആ പ്രകൃതിയെ വിശ്വസിച്ച് ജീവിക്കുന്ന വിവിധ ശ്രേണികളിൽപ്പെടുന്ന കർഷകനടക്കമുള്ളവർക്കിത് ദ്രോഹമില്ല എന്ന് ഉറപ്പ് വരുത്തുവാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് അതിന് ഗ്രീൻ ഫ്ലാഗ് കൊടുക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.